ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. വിഷമത്തോടെ ഗോപിനാഥന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഗായത്രി. അതേസമയം ഗോപിനാഥൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന ഗോപിനാഥിന്റെ കൈയെടുത്ത് തന്റെ കൈയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഗായത്രി പറയുകയാണ്, ഗോപിയേട്ടന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായവരും കൂടാതെ വിശാലിനെ കൊത്തിവലിക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ ഒക്കെ തന്നെ പാർവതി കണ്ടെത്തും ഗോപിയേട്ടാ. ഗോപിയേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഗോപിയേട്ടൻ തിരികെ ജീവിതത്തിലേക്ക് വരും. ഇല്ലെങ്കിൽ നമ്മുടെ പാർവതി കൊണ്ടുവന്നിരിക്കും. ഉദയനൂരമ്മ എനിക്ക് തന്ന വരപ്രസാദമാണ് അവളെന്നും അവള് നമ്മുടെ കുടുംബം പഴയ രീതിയിലാക്കുമെന്നും ഒക്കെ തന്നെ ഗായത്രി ഗോപിനാഥനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. ഉദയനൂരമ്മ തനിക്ക് കാട്ടിത്തന്ന കാഴ്ചയിലുണ്ടായിരുന്ന ആ മുത്തശ്ശനെയും തേടി ഇറങ്ങിയിരിക്കുകയാണ് പാറു. അങ്ങനെ തനിക്ക് ദിവ്യദൃഷ്ടിയിൽ ദൃശ്യമായ അതേ സ്ഥലത്ത് തന്നെ പാറു എത്തിച്ചേരുകയാണ്. അതേസമയം പാറു ഉൾക്കാഴ്ചയിൽ കണ്ട അയാള് പാറുവിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, ജയിൽവാസം കഴിഞ്ഞിറങ്ങിയിരിക്കുന്ന ശേഖറാണ് വേഷം മാറി പ്രഭാവതിയോട് പകരം ചോദിക്കാനായി എത്തിയിരിക്കുന്നത്. പാറുവിന് ശേഖറിനെ വിളിച്ചുകൊണ്ട് ഗായത്രി വില്ലയിലേക്ക് ചെല്ലാനാകുമോ? പ്രഭാവതിയുടെയും പ്രതാപന്റെയും ഒക്കെ നാളുകൾ എണ്ണപ്പെട്ട് തുടങ്ങിയോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.